ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാവിനെ അടക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ സംസാരവും പെരുമാറ്റവും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അത് ഉചിതമാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായവയാണോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക, 19-ാമത്തെ അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായ വാക്കുകളാണ് എന്നിൽ നിന്ന് പുറപ്പെടേണ്ടത്. എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും അങ്ങനെയുള്ളവയായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വിചാരിക്കുന്നതാണ് അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ഹൃദയം വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. നാവിനെ അടക്കേണ്ടതായിട്ടുണ്ട്. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായും മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.